ഡോക്ടർ ഗണപതി, അവയവ കച്ചവടത്തിനും അതുപോലെ അവയവ മാഫിയയ്ക്കുമെതിരെയുള്ള താങ്കളുടെയും അതുപോലെ ഫിർദൌസിൻ്റെയും ശ്രീ ഹരിദാസിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ പോരാട്ടം ഭാഗികമായി ഫലം കണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ചില കണ്ണികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ അവർ ഇപ്പോഴും വിരാജിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എങ്കിലും ഒരു അന്വേഷണം, അതും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് പരിശോധന. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ കളത്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡും ലേക്ക് ഷോർ ഹോസ്പിറ്റലുമായിട്ടൊരു എഗ്രിമെൻ്റ് ആണ്. ഇത് കളത്രാസ് ആര് ഒരു ലിവർ കള്ളത്രയാണോ എന്നറിയില്ല. കള്ളത്രയായാലും എന്തായാലും there is an agreement between Kalatras and Lakeshore Hospital that if Kalatras provided liver for Lakeshore Hospital, they will be paid 1 lakh and kidney കൊടുത്താൽ 50,000 രൂപ കിട്ടും. This is against law. ഇത് എൻ്റെ കിട്ടിയ ഉടനെ ഈ കേസ് അന്വേഷിക്കുന്ന ആലുവയിലെ റൂറൽ SP ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. എൻ്റെ ഇങ്ങനെ ഡോക്യുമെൻ്റ് ഇരിപ്പുണ്ട്, ഹൗ ക്യാൻ ഐ സെൻഡ് ഇറ്റ് ടു യു? അപ്പോൾ പറഞ്ഞാൽ അത് ഡോക്ടറിന് കൊടുത്തയക്കാമോ? ഞാൻ പറഞ്ഞു ഐ മീൻ കൊല്ലം, യു ആർ ഇൻ ആലുവ, ഐ കനോട്ട് സെൻഡ് ഇറ്റ്. ഇഫ് യു ഗീവ് യുവർ ഇമെയിൽ ID, ഐ വിൽ സെൻഡ് ഇറ്റ് യു. എനിക്കൊരു ഇമെയിൽ ID തന്നിട്ടില്ല. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ came to see me regarding irregular transplant of 5,000 kidneys during the previous 5 years in hospitals in Kochi. ഇപ്പോൾ 2-3 വർഷമായി ഒന്നും സംഭവിക്കില്ല. See, the government dare not take action against any of these hospitals. ഞാൻ എൻ്റെ ആദ്യത്തെ കേസ് കൊടുത്ത സമയത്ത് എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചതിന് ശേഷം ഹെൽത്ത് സെക്രട്ടറി ഞാൻ പറഞ്ഞില്ല, ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനായിട്ട് ബ്രെയിനിൽ ഒരു തുള്ളി രക്തം പോലും കയറുന്നില്ല, ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് തലച്ചോറിലെ cells will die. So 2 things happen. 1, there is no blood supply to the brain. 2, as there is no blood supply, there is no electrical activity. 2 things need to be proved. അതിന് ആൻജിയോഗ്രാം ചെയ്യണം, EG ചെയ്യണം. ഞാൻ കേസ് കൊടുത്ത ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞിട്ട് എൻ്റെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇത് രണ്ടും അംഗീകരിച്ചു. ഇത് രണ്ടും അംഗീകരിച്ച ഒരു പ്രോബ്ലം ഉണ്ട്. നിരപരാധികളെ ആൾക്കാരെ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ് കൊല്ലാൻ പറ്റില്ല, തെളിവുണ്ട്. മറ്റേ ഇപ്പോൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ തെളിവില്ല, ടോർച്ചടിച്ച് നോക്കുക, മാസ്ക് മാറ്റുക, ഇതൊക്കെയാണ് ചെയ്യണത്. അതിൽ റെക്കോർഡ് ചെയ്യുന്നത് ഡോക്ടർ ഒബ്സർവേഷനാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഫസ്റ്റ് ടെസ്റ്റ് ഇസ് എ കോർണിയൽ റിഫ്ലെക്സ്. ടോർച്ച് കണ്ണിലടിക്കും. ഇഫ് യു ആർ അലൈവ്, പീപ്പിൾ വിൽ റിയാക്ട്. പീപ്പിൾ റിഫ്ലെക്സ്, പീപ്പിൾ റിയാക്ട്. ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ people remain dilated and fixed. Suppose people reacts, patient is not brain dead, but the doctor will record no pupillary reaction, patient is dead, brain dead. This is all testing, only observation. Confirmatory test, apnea test ആണ്. അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂട്ടിയിട്ട് പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക. Patient live ആണെന്നുണ്ടെങ്കിൽ will make an effort to breathe. Dead ആണെന്നുണ്ടെങ്കിൽ will be no effort to breathe. The patient makes an effort to breathe. എന്താ റെക്കോർഡ് ചെയ്യുക? No effort to breathe. Patient is brain dead. 90% of brain death happening in private hospitals. Deliberate killing of the patient. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഏതെങ്കിലും വക്കീലിൻ്റെയോ ഡോക്ടറുടെയോ എഞ്ചിനീയറുടെയോ MP-യുടെയോ MLA-യുടെ മകനോ മകളോ ചത്തിട്ടുണ്ടോ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞിട്ട്? They're all poor patients. ഒരു ഗതിയില്ലാത്ത ആൾക്കാർ വഴിയിൽ വീണ ആക്സിഡൻറ്റ് പറ്റി ഇതിന് ഏജൻസ് ഉണ്ട്, ആംബുലൻസുകാരുണ്ട്, ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. ഇവരെ കൊടുത്താൽ അവർ കാശ് കിട്ടും.
They are taken to the hospital. ഒരു പേഷ്യൻ്റ് ചികിത്സിച്ചപ്പോൾ ബ്രെയിൻ ഇഞ്ചർഡ് പേഷ്യൻ്റാണ്. ഹി ക്യാൻ ബി സേവ്ഡ്. എന്താ ചെയ്യണത്? സേവ് ചെയ്താൽ എന്ത് കിട്ടും? 2-3 ലക്ഷം രൂപ കിട്ടും. ബട്ട് ഇഫ് ദി സർട്ടിഫൈഡ് ബ്രെയിൻ ഡെഡ്, wrongly certified brain dead, and these organs are transplanted, not only the hospitals get 1.5 to 2 crores, മരണം വരെ. അപ്പോൾ ഈ പേഷ്യൻ്റ്, ഈ പയ്യൻ ആ ഹോസ്പിറ്റലിലെ പേഷ്യൻ്റാ, എവറി മന്ത് ഹി ഗോസ് ഫോർ എ ചെക്കപ്പ്, സ്പെൻഡ് 5,000 to 10,000 rupees. ഇതിൻ്റെ പ്രധാന ഒരു കാരണക്കാരനെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്. ഞാൻ കേസ് കൊടുത്തപ്പോൾ IMA കാര്യം പറഞ്ഞല്ലോ. IMA എനിക്കെതിരെ ഇംപ്ലീഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ബ്രെയിൻ ഡെത്ത് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. പ്രൂഫ് വേണം. ആൻജിയോഗ്രാമും ECGയും ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്താൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക് വെറുതെ കൊല്ലാൻ പറ്റില്ല ആൾക്കാരെ. IMA ഇംപ്ലീഡ് ചെയ്തു എനിക്കെതിരെ, എഗൻസ്റ്റ് മീ. ചീഫ് ജസ്റ്റിസ് ചോദിച്ചു IMA അടുത്ത്, ഡോക്ടർ ഗണപതി has come with a noble cause. This is a doctor's body. You should support him എന്ന് പറഞ്ഞാണ് ചീഫ് ജസ്റ്റിസ്. ഇതാണ് IMA. എന്താ IMA? ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആൾക്കാരെല്ലാമാണ് IMAയിലുള്ളത് കൂടുതലും. എൻ്റെ ഒരു പരാതി ഉണ്ടായിരുന്നു, ജെന്യുവൻ പരാതി. നിങ്ങൾക്കൊക്കെ അറിയാം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കേസ്. അതെ. അതിൽ ഞാൻ കേസ് കൊടുത്തതിന് ശേഷം ഓത്തറൈസേഷൻ കമ്മിറ്റി, ഡിസ്ട്രിക്ട് ലെവൽ ഓത്തറൈസേഷൻ കമ്മിറ്റി, അതിലെ ഡോക്ടർ രമ ഈ അടുത്ത മരിച്ചു, ജഗദീഷിൻ്റെ വൈഫാ, ഫോറൻസിക് പ്രൊഫസർ. ഷി വാസ് എ മെമ്പർ ഓഫ് ദി ഓത്തറൈസേഷൻ കമ്മിറ്റി. എന്താ പറ്റിയത്? റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് there is nothing wrong, everything is properly done, but Rama did not attend the meeting. Rama അടുത്ത ദിവസം പത്രത്തിൽ ചെന്ന് പറഞ്ഞു, that report is false, I did not attend the meeting. എൻ്റെ ഒരു സീനിയർ പ്രൊഫസർ, റിട്ടയർഡ് DME ആണ്, ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, he was a member of the committee, authorization committee. ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ അവിടെ മൊത്തം ഏജന്റുമാരുടെ കളിയാണ് അതിനകത്ത്, അവരാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് വേണമെന്ന്. അനദർ ഫ്രണ്ട്, ജൂനിയർ ടു മീ, ഷീ റിട്ടയർഡ് as professor of forensic medicine. While she was a member of the authorization committee, she told, ഒരു റെക്കോർഡ് കണ്ടപ്പോഴത്തേക്ക് she knew that it was false, but she said ഇത് വെരിഫൈ ചെയ്യണം വില്ലേജ് ഓഫീസിൽ നിന്ന്. ഇമ്മീഡിയറ്റ്ലി DHS പറഞ്ഞു, ഡോക്ടർ അതൊന്നും നോക്കണ്ട, അങ്ങ് ഒപ്പിട്ട് കൊടുത്താൽ മതി. ദി ഓൾ ഗെറ്റ് മണി. ഓതറൈസേഷൻ കമ്മിറ്റിക്കാർക്കെല്ലാം പൈസ കിട്ടും. ആരവിടെ പറഞ്ഞല്ലോ നമ്മുടെ കേസ് ഹോട്ടലുടെ കാര്യം. മോസ്റ്റ് കറപ്റ്റ് ഓർഗനൈസേഷൻ, അബ്സല്യൂട്ട്ലി കറപ്റ്റ്. കിംസിൻ്റെ ഒരു ഏജന്റാണ്. ഈ ആക്ട്സ് ലൈക്ക് എൻ ഏജന്റ് ഓഫ് കിംസ്. ഈ വർഷം 14 ബ്രെയിൻ ഡെത്ത് നടന്നാൽ 7 എണ്ണം കിംസിലാണ്. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഇത് ഈ കേസ് ഹോട്ടലോടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബൽ കേസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണിത്. ഹി നോസ്. ഗവൺമെൻറ് റൂൾസ് ഉണ്ട്. ആൻജിയോഗ്രാം ചെയ്യണം, ഇപ്പോൾ റൂൾസ് വന്നു, ആൻജിയോഗ്രാം ചെയ്യണം, ECG ചെയ്യണം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആരെ ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ? ഹീ ഈസ് ദ വൺ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. ആൻഡ് ഹീ ഗെറ്റ്സ് 2 lakhs rupees ഫോർ എവരി കേസ് റോങ്ലി സർട്ടിഫൈഡ്. അതിന് കൂട്ടു നിൽക്കുന്നതിന്. ഇതാർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല, ഇത് DMEക്ക് അറിയാം. I gave a serious complaint to SK hospital. അവിടെ ട്രാൻസ്പ്ലാന്റ് സർജൻ ഇല്ല. അവിടെയാണ് നമ്മുടെ സിനിമ ഡയറക്ടർ രഞ്ജിത്ത് പോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. He was refused permission. അവസാനം ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത്, he has no business to allow organ transplant. ഹൈദരാബാദ് ചെയ്ത് അയാൾ പാട്ടിന് പോയി. 3 ഡെത്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, ലിവർ ട്രാൻസ്പ്ലാന്റ് SK ഹോസ്പിറ്റലിൽ. ബിക്കോസ് ദർ ഇസ് നോബഡി ടേക്ക് കെയർ ഓഫ് ദി പേഷ്യന്റ് once he goes. ഹൈദരാബാദ് ഫ്ലൈറ്റ് വരിക, ചെയ്യുക, വൈകുന്നേരം തിരിച്ചു പോവുക. ഇതിനൊക്കെ കൂട്ടിയിരിക്കുന്നതാണ് DME, അപ്രോപ്രിയേറ്റ് അതോറിറ്റി, അബ്സല്യൂട്ട്ലി ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി.